നമ്മൾ ക്യാൻസർ എങ്ങനെ തടയാൻ സാധിക്കുമെന്നുള്ളത് കേട്ടു. ക്യാൻസർ സ്ക്രീൻ ചെയ്ത് നേരത്തെ കണ്ടുപിടിക്കാമെന്നുള്ളത് കേട്ടു. ക്യാൻസറിൽ കൺസർവേറ്റീവ് സർജറിയുടെ റോൾ എന്താണെന്നുള്ളത് കേട്ടു. ക്യാൻസർ തടയാൻ വേണ്ടിയുള്ള സർജറിയെ പറ്റി കേട്ടു. ഇനിയും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ക്യാൻസർ തടയാനുള്ള ജീവിതമാർഗ്ഗ മോഡിഫിക്കേഷനിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്മോക്കിങ്ങും ആൽക്കഹോളിസവും നിർത്തുക എന്നുള്ളതാണ്. പുകവലിയാണ് ക്യാൻസറിൻ്റെ ഏറ്റവും മേജറായ കാറ്റഗറി 1 കാർസിനോജനാണ് പുകവലി എന്നുള്ളത്. അത് വായിലെ ക്യാൻസർ, ലങ്സിൻ്റെ ക്യാൻസർ, അന്നനാളത്തിലെ ക്യാൻസർ, തൊലിയുടെ ക്യാൻസർ, ബ്ലാഡർ അതായത് മൂത്രസഞ്ചിയിലെ ക്യാൻസർ എല്ലാത്തിനും കാരണം പുകവലിയാണ്. പുകവലി കാരണം ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുകയും ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് പോലും ഫലം ഇല്ലാതെ വരാനും ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പുകവലി നേരത്തെ നിർത്തിയാൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കുറയും. നിങ്ങൾ ക്യാൻസർ നിങ്ങൾ കണ്ടുപിടിച്ചാൽ പോലും പുകവലിക്കുന്ന ഒരാളാണെങ്കിൽ പുകവലി നിർത്തിയാൽ നിങ്ങളുടെ ചികിത്സ എത്രത്തോളം ഫലവത്താകുമെന്നുള്ളതും മെച്ചമാകും. പുകവലി കാരണം എങ്ങനെയാണ് ക്യാൻസർ ഉണ്ടാകുന്നത്? പുകവലിയിൽ നിക്കോട്ടിൻ്റെ കൂടാതെ പല ഹൈഡ്രോ കാർബൺസും ഉണ്ട്. ഈ ഹൈഡ്രോ കാർബൺസൊക്കെ നമ്മുടെ ശരീരത്തിലെ സെൽസിലേക്ക് ബന്ധപ്പെടുകയും അതിനകത്ത് ക്യാൻസറിൻ്റെ ചേഞ്ചസ് വരുത്തുകയും ചെയ്യുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ എല്ലാവർക്കും ക്യാൻസറിൻ്റെ അണുക്കൾ എപ്പോഴും ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ശരീരത്തിലെ ഡിഫൻസ് സിസ്റ്റം തന്നെ അതിനെ നശിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അതാണ് നമുക്ക് പലർക്കും ക്യാൻസർ ഇല്ലാതെ ഇരിക്കുന്നത്. എന്നാൽ പുകവലിക്കുന്ന ഒരാളുടെ ഡിഫെൻസീവ് മെക്കാനിസം വീക്കാണ്, ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ചേഞ്ചസ് കൂടുതലുമാണ്. അപ്പോൾ നമ്മുടെ പ്രതിരോധ ശക്തി കുറവുമാണ്, ക്യാൻസറിൻ്റെ റിസ്ക് കൂടുതലുമാണ്. അങ്ങനെയാണ് പുകവലിക്കുന്നവർക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നത്. പുകവലിയെ പോലെ തന്നെ ഒരു പുകവലിക്കുന്ന ആൾക്കുള്ള അപകടത്തെക്കാളും കൂടുതലാണ് പുകവലിക്കുന്ന ആളുടെ കൂടെ നിൽക്കുന്നവർക്ക്, അതായത് പാസീവ് സ്മോക്കിംഗ്. ഒരാൾ പുകവലിക്കുകയാണെങ്കിൽ ആ സിഗരറ്റിൽ ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്ററിലൂടെ നമുക്ക് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പല ധാതുക്കളും ഫിൽറ്റർ ചെയ്ത് മാറ്റപ്പെടുകയാണ്. എന്നാൽ ഈ പുക ശ്വസിക്കുന്ന വേറൊരു വ്യക്തി കൂടുതൽ കാർസിനോജൻസ് വലിച്ചു കയറ്റുകയാണ്. അപ്പോൾ അവരുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരാൾ ഒരു കുടുംബത്തിലോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുകവലിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ പുകവലിക്കാത്ത ബൈസ്റ്റാൻഡേഴ്സ്, അതായത് അവരുടെ ഭാര്യയോ മക്കളോ പേരൻസിനോ എല്ലാം ഇതിൽ നിന്നുള്ള ദോഷങ്ങൾ ഈ പുകവലിക്കുന്ന ആളെക്കാട്ടും കൂടുതലാണ് എന്നുള്ളത് തെളിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ക്യാൻസർ കിൽസ് യു ആൻഡ് കിൽസ് യുവർ ഫാമിലി ടു. അപ്പോൾ പുകവലി ഹാനികരമാണെന്നുള്ളത് എല്ലാ രീതിയിലും തെളിയപ്പെട്ടതുള്ളതാണ്. എന്നാൽ ഇന്നും നമ്മുടെ സമൂഹത്തെ വിട്ടുമാറാത്ത ഒരു വിപത്തായിട്ട് പുകവലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമതുള്ള റിസ്ക് ഫാക്ടറാണ് ടൊബാക്കോ ച്യൂയിങ്, അതായത് പാൻ മസാല അല്ലെ മുറുക്കുക. ഇതെല്ലാം ടൊബാക്കോ അതായത് ഇപ്പോൾ പുകയിലയുടെ ഒരു വേരിയേഷൻസ് ആണ്. ഇത് ചവയ്ക്കുന്നതിലൂടെ വായിലുള്ള ക്യാൻസറിനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല തൊണ്ടയുടെയും അന്നനാളത്തിൻ്റെയും ഒക്കെ ക്യാൻസർ ഈ പുകയില ചവയ്ക്കുന്നതിലൂടെ കൂടുന്നതാണ്. ഇതിനോടൊപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പാക്ക് ക്യാൻസറിൻ്റെ റിസ്ക് കൂട്ടുന്നതാണ്. പുകയിലയുടെ ഡാമേജ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ അതിനെ കൂട്ടുവാനുള്ള സാധിക്കുന്നതാണ് പാക്കിലുള്ള പല അരക്കോളിൻസ് എന്നുള്ള പല ധാതുക്കളും. അപ്പോൾ വെറ്റില മുറുക്കുന്നത് വളരെ ആപത്തുള്ള ഒരു സ്വഭാവമാണ്. അപ്പോൾ പുകവലി നമുക്ക് നിർത്താം, വെറ്റില മുറുക്കുന്നത് നമുക്ക് നിർത്താം. മൂന്നാമതായിട്ടുള്ള ആസ്പെക്റ്റാണ് മദ്യപാനം. മദ്യപാനം പുകവലിയുടെ കൂടെ നടക്കുമ്പോൾ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഇരട്ടിയിൽ കൂടെയാണ്. അതായത് പുകവലിയുടെ 2% സാധ്യതയാണെങ്കിൽ മദ്യപാനം മാത്രമുള്ളെങ്കിൽ 4% ആണെങ്കിൽ പുകവലിയും മദ്യപാനവും കൂടെ ഉള്ളവർക്ക് 8% കൂടുതൽ സാധ്യതയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ പുകവലിയും മദ്യപാനവും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ അന്നനാളത്തിലുള്ള ക്യാൻസറും ലിവറിലുള്ള ക്യാൻസറും വായിലുള്ള ക്യാൻസറിനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഈ 3 വിപത്തുകൾ നമ്മൾ നിർത്താൻ സാധിക്കുന്നതാണെങ്കിൽ ഒന്ന്, ക്യാൻസർ വരാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമതായി ക്യാൻസറിൻ്റെ ചികിത്സയ്ക്കുള്ള ഫലവത്താകാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമതായി ക്യാൻസർ വീണ്ടും വരാതിരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഈ വിപത്തുകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പാടെ നീക്കം ചെയ്താൽ മാത്രമേ നമുക്ക് ക്യാൻസറിൽ നിന്ന് ഒരു പരിധി വരെ രക്ഷ നേടാൻ സാധിക്കൂ. എന്നാൽ ഇപ്പോൾ പലപ്പോഴും ചോദിക്കും, പുകവലിക്കാത്ത ആൾക്കാർക്കും ക്യാൻസർ വരുന്നുണ്ടല്ലോ, അപ്പോൾ പുകവലി കൊണ്ട് മാത്രമല്ലല്ലോ ക്യാൻസർ എന്നുള്ളത്. നേരാണ്, പുകവലിക്കാത്ത ആൾക്കാർക്ക് ക്യാൻസർ കൂടി വരുന്നതായി നമ്മൾ കാണുന്നു. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ക്യാൻസറിൻ്റെ അണുക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്യാൻസറിൻ്റെ അണുക്കൾ എല്ലാവരുടെയും ശരീരത്തിൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫാക്ടർ മാത്രമല്ല ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള, ഇതിൻ്റെ കൂടെ പുകവലിയുടെ ഉണ്ടെങ്കിൽ
നമുക്ക് സാധ്യത കൂടുകയാണ്. അപ്പോൾ പുകവലിക്കാത്തവർക്കും ക്യാൻസർ ഉണ്ടാകാം. പക്ഷേ പുകവലിക്കാത്തവർക്ക് ക്യാൻസർ ഉണ്ടാകുന്നതിനേക്കാൾ ഇരട്ടിയിൽ കൂടുതൽ സാധ്യതയാണ് പുകവലിക്കുന്നവർക്ക് ക്യാൻസർ ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ സമൂഹത്തെ ഈ വിപത്തിൽ നിന്ന് നമുക്ക് നീക്കം ചെയ്യാം. നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെയും തന്നെ സംരക്ഷണം നമുക്ക് ഏറ്റെടുക്കാം. പുകവലിക്കും മദ്യപാനത്തിനും വെറ്റില മുറുക്കുന്നതിൽ നിന്നും നമുക്ക് അകന്നു നിന്ന് ക്യാൻസറിൽ നിന്ന് നമുക്ക്